സോ ഈ ഒരു പടം കാണുമ്പോൾ അന്നത്തെ ഡ്രോയിങ്ങിന്റെ ലെവലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 2013 ഞാൻ ഗ്രിഡ് യൂസ് ചെയ്തിരുന്നു. ഫെവിക്കോളിന്റെ കോട്ടിങ് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഫോട്ടോഷോപ്പിൽ പെയിന്റ് ചെയ്തെടുത്താണ്. ബാക്ക്ഗ്രൗണ്ട് വന്നാലേ ഇത് വരത്തുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഏപ്രിൽ 8 നമ്മുടെ സ്വന്തം അല്ലു അർജുന്റെ ബർത്ത്ഡേ. സോ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാൻ ഇന്നലെ തന്നെ പടം വരയ്ക്കുകയും ചെയ്തു, അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ബട്ട് ഇതിന്റെ ഒരു ഡ്രോയിങ് വീഡിയോ എൻ്റെ കയ്യിലില്ല. കാരണം എന്ന് പറയുന്നത്, ഞാനിത് വരച്ച് തുടങ്ങുന്നതെന്ന് വെച്ചാൽ അന്ന് വൈകുണ്ഠപുരത്ത് എന്ന് പറയുന്ന അല്ലു അർജുന്റെ ഏറ്റവും പുതിയ പടമായ ഇറങ്ങുന്ന ആ ഒരു സമയത്താണ്. സോ അന്ന് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് അന്ന് ഒരു വീഡിയോ എടുക്കുന്ന ഒരു പ്ലാൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രോയിങ് വരച്ചതിന്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. സോ എനിക്ക് നിങ്ങളെ അത് ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. സോ അങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള അല്ലു അർജുന്റെ പടവും കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിച്ചത്. സോ അങ്ങനെ നോക്കിയ സമയത്താണ് എൻ്റെ കയ്യിൽ വേല അല്ലു അർജുന്റെ പടങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഔട്ട്ലൈൻ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. വേറൊന്നും കൊണ്ടല്ല, കൈയൊക്കെ ഒന്ന് വഴങ്ങി പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ റീസെൻ്റ് ആയിട്ട് 2 അല്ലു അർജുന്റെ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമുള്ള 2 പടങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിന് കംപ്ലീറ്റ് ചെയ്യണം. അത് പിന്നെ കംപ്ലീറ്റ് ആ പടങ്ങളെല്ലാം ഞാൻ പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കളർ കൊടുത്ത്. സോ അങ്ങനെ നോക്കിയപ്പോൾ കാണാം 2013 ഞാൻ വരച്ച ഒരു അല്ലു അർജുന്റെ പടം എനിക്ക് കിട്ടി. തപ്പി ചെന്നപ്പോൾ കിട്ടിയതാണ്. സോ 2013 ഞാൻ വരച്ച ഒരു അല്ലു അർജുന്റെ പെൻസിൽ ഡ്രോയിങ്. സോ ഈ ഒരു പടം കാണുമ്പോൾ അന്നത്തെ ഡ്രോയിങ്ങിന്റെ ലെവലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഹാപ്പിക്കകത്ത് അല്ലു അർജുനാണ്. വേറെ കാര്യം എന്തെന്നാൽ ഇത് ഞാൻ ഗ്രിഡ് യൂസ് ചെയ്ത് വരച്ചൊരു പടമാണ്. 2013 ഞാൻ ഗ്രിഡ് യൂസ് ചെയ്തിരുന്നു. സോ ഇത് ഞാൻ തെർമോക്കോളൊക്കെ വെച്ച് ഫ്രെയിം ചെയ്തു. പിന്നെ ഒരു ഫെവിക്കോളിന്റെ കോട്ടിങ് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അന്ന് വരച്ച ഗ്രിഡിന്റെ ലൈൻസ് ഒക്കെ എപ്പോഴും കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇത് ഒറ്റ ഗ്രിഡിന്റെ പെൻസിൽ കൊണ്ടൊക്കെ വരച്ചൊരു പടമാണ്. പിന്നെ ബാക്കിൽ വേറെ ഏതോ ഒരു പടത്തിന്റെ ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ബാക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇതാണ് ആ ഒരു പടം. ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ ഫോട്ടോഷോപ്പിൽ പെയിന്റ് ചെയ്തെടുത്തതാണ്. സോ അങ്ങനെ പല ലെയറുകളായിട്ട് ചെയ്തെടുത്തതാണ്. ഒരു 10-18 ലെയർ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. സോ അത് ഞാൻ നിങ്ങൾക്ക് ഓരോ ലെയർ വേറായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു. നമ്മൾ വരച്ച ആ ഒരു ഫയൽ തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. സോ ഇതായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇതാണ് എൻ്റെ ആ റെഫറൻസ് ഫോട്ടോ എന്ന് പറയുന്നത്. സോ ഇനിയിപ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് വരാം. ഞാനിപ്പോൾ ടോട്ടൽ 18 ലെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അടിയിൽ കിടക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ലെയറാണ്. അന്നേരം ഇതായിരുന്നു എൻ്റെ സ്കിൻ ടോണിൻ്റെ ആ ഒരു ബേസിക് ഔട്ട്ലൈൻ ആ ഒരു ലെയർ ഞാൻ ചെയ്തത്. പിന്നെ മേളിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡീറ്റെയിൽ ഞാൻ ആഡ് ചെയ്ത് കൊണ്ടുവന്നു. സോ ഇതിപ്പോൾ ഷർട്ടിൻ്റെ ലെയറാണ്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറച്ച് ഭാഗമാണ്. ഇത് നേരത്തെ അത് തന്നെ ഒരു ഒറിജിനൽ ഫോട്ടോ ആയിരുന്നു. അത് പിന്നെ ഇത് വരുമ്പോൾ ലിപ്സിൻ്റെ ഭാഗമാണ് വരുന്നത്. ഇത് ഹെയർ വന്നിട്ടുണ്ട്. പിന്നെ ഹെയറിനകത്തുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങളാണ് വളർത്തിയിരുന്നത്. ഒപ്പിട്ടിരുന്ന ലെയറാണ്. പിന്നെ ഏറ്റവും അടി വരുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഇടുമ്പോഴത്തേക്കും പടം സെറ്റാവും. ബാക്ക്ഗ്രൗണ്ട് കൂടെ വന്നാലേ ആ പടത്തിനൊരു ഇത് വരത്തുള്ളൂ. സോ ഇത്രയായിരുന്നു ആ ഒരു പടത്തിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഞാൻ ലെയർ 18 ലെയർ എങ്ങാണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 18 ലെയറൊക്കെ കുറവാണ്. കാരണം നമ്മളിത് മാക്സിമം ലെയർ ആയിട്ട് തന്നെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഇത് വരത്തുള്ളൂ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ ലെയർ തന്നെ എടുത്ത് മാറ്റം വരുത്തിയാൽ മതി. സോ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ട്യൂട്ടോറിയൽ ബാക്കി എങ്ങനെ ചെയ്യാം, ഏതൊക്കെ ടൂൾ യൂസ് ചെയ്യാം, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം. സോ വെയിറ്റ് ചെയ്യുക. സോ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്തുവെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡ്രോയിങ് ചെയ്തതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. സോ ഡ്രോയിങ് ട്യൂട്ടോറിയൽ വേണ്ടവർക്ക് ഞാൻ പ്രത്യേകം വേറെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ. അന്നത്തെ എന്റെ ലെവലൊക്കെ ഈ ഒരു പടം കാണുമ്പോ തപ്പി ചെന്നപ്പോ കിട്ടിയതാണ്. സോ